सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्तതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് മലയാളം വ്യാഖ്യാനത്തിലെ 20ാമത്തെ പദ്യം മുതലാണ്, 98ാമത്തെ പേജ്. പൊന്മലൈമേലാകായം പോവാർക്ക് ഭൂമിയുള്ളോർ എന്നവേ നാദാന്തമെയ്തിനരെ എന്നരികെ വാവന്റെ പാർക്കടലിൽ വാഴരിயை മണ്ടൂകം കൂവും തകൈമയ്യതൊക്കും. പൊന്മലൈമേൽ ആകായം പോവാർക്ക്. സ്വർണം കൊണ്ടുള്ള മലയാണ് മഹാമേരു. സ്വർണപർവ്വതം എന്നാണ് നമ്മുടെ ഇതിഹാസങ്ങളിലും മറ്റും അതിനെ വിവരിക്കുന്നത്. ഇതൊക്കെ ഇതിഹാസത്തിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കപ്പെടുന്ന മലകളാണ്. ഭൂമിയിൽ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരെണ്ണം ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ബാക്കി വെച്ചേക്കുകയില്ല. ഒരു സ്വർണ്ണമല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയോ സീനിലവറയോ പത്മനാഭന്റെ പ്രാധാന്യമൊക്കെ പോയി. നിലവറയ്ക്കും സ്വർണത്തിനുമായി പ്രാധാന്യം. അപ്പൊ നമ്മുടെ ഭക്തി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നല്ലതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കണം. ആരെ നന്നാക്കാൻ ഒന്നും പോകണ്ട. എവിടെയാണ്, എങ്ങോട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ പോക്ക്? ജനങ്ങളുടെ മനസ്സിന്റെ സഞ്ചാരം ഏത് ദിശയിലാണ് എന്നുള്ളത് നല്ലപോലെ പരീക്ഷിച്ചറിയണം. എന്തിനാ? മായ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ആരെയും കുറ്റപ്പെടുത്താനോ നന്നാക്കാനോ ഒന്നും പോരുത്. അതൊന്നും നമ്മുടെ ജോലിയല്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ഈശ്വര തത്വമുണ്ട്. അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചവാസികളും. അതിനിടയ്ക്ക് നമ്മൾ കയറി അദ്ദേഹത്തിൻ്റെ കൃത്യത്തിൽ കൈകടത്തുന്നതെന്തിന്? അതുകൊണ്ടാണ് രമണ മഹർഷിയെ പോലുള്ളവരൊക്കെ പറയുന്നത് വന്ന വേലയെ പാരി പോയി. നിങ്ങൾ വന്ന ജോലി നോക്കൂ. എന്ത് കാര്യത്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? അതിൽ ശ്രദ്ധ പതിപ്പിക്കൂ. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാനും സമൂഹത്തെ നന്നാക്കാനും സമൂഹത്തിലുള്ള അനീതിയും അക്രമവും ഒക്കെ തുടച്ചു മാറ്റാനും അതൊന്നും നമ്മുടെ ജോലിയല്ല, നമ്മുടെ പോർട്ട്ഫോളിയോവേ അല്ല അതൊന്നും. അതുകൊണ്ട് അതിലും ഇതിലും ഒക്കെ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിച്ച് ജീവിതത്തെ തുലയ്ക്കരുത് എന്നാണ് ആചാര്യന്മാർ നമുക്ക് നൽകുന്ന ഉപദേശം. പൊന്മലൈമേൽ ആകായം പോവാർക്ക്. മഹാമേരുവിന്റെ മുകളിലൂടെ, ആകായം എന്ന് പറഞ്ഞാൽ ആകാശം, ഇവിടെ സ്വർഗം എന്നർത്ഥം പറയാം. ആ സ്വർണമലയുടെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് ഭൂമിയുള്ളോർ എന്നവേ, ഭൂമിയിലുള്ളവർ എന്ന പോലെ അവര് ഉന്നതമായ ഒരു സ്ഥാനത്താണ്. ആര്? ഈ സ്വർഗത്തിലേക്ക് പോകുന്നവർ. പുണ്യവിശേഷം കൊണ്ടാണ് ഉയർന്നുയർന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നത്. സാധാരണക്കാരായവർ ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം സ്ഥിതി ചെയ്യും. അങ്ങനെ മുകളിലേക്ക് പോകുന്നവർക്ക് ഭൂമിയിലുള്ളവരെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? വളരെ താഴെ, വളരെ അകലെ, വളരെ വളരെ താഴെ ഇതായിരിക്കുമല്ലോ മുകളിൽ സ്ഥിതി ചെയ്യുന്നവരുടെ കാഴ്ചപ്പാട്. ഇവിടെ ആരായി ഈ സ്വർണമലയുടെ മുകളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ജ്ഞാനികൾ. ഈ ജ്ഞാനികൾ ഒരിടത്തും പോകുന്നില്ല, സ്വർഗത്തിലും നരകത്തിലും ഒന്നും പോകുന്നില്ല. അദ്ദേഹം ആത്മാവിൽ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ പറയുന്നത്. അതിനെ തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. അവരുടെ നില നമ്മുടെ നിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ഉയരത്തിലാണ് എന്ന് പറയാൻ വേണ്ടി ഈ സ്വർണമലയുടെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവർ എന്നൊക്കെ പറയുന്നു. ഭൂമിയുള്ളോർ എന്നവേ നാദാന്തമെയ്തിനരൈ. നാദം എന്നൊരു സ്ഥിതിയുണ്ട്, നാദ അന്തം. ഈ നാദാന്തമാണ് ശൈവതത്വങ്ങളിൽ ഏറ്റവും അവസാനത്തെ നില. നാദം, നാദത്തിൻ്റെയും അപ്പുറം. നാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദമല്ല, അത് മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ സൂക്ഷ്മമായ ഏകാഗ്രപ്പെട്ട നിലയാണ് നാദം.
ആ നാദത്തെയും കടന്നു പോകണം. അതിനെയാണ് നാദാന്തം. നാദാന്തം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബ്രഹ്മസ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. ശൈവ സിദ്ധാന്തത്തിൽ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആ നില അനുഭവിച്ച് മാത്രം മനസ്സിലാക്കപ്പെടേണ്ടതാണ്. നാദാന്തമെയ്തിനരെ, ആ നാദാന്തത്തെ പ്രാപിച്ചവരെ ഈ ഭൂവാസികളുണ്ടല്ലോ, അവരെ പോലെ ഒരാളാണ് ഈ ജ്ഞാനികൾ എന്നാണ് കരുതുന്നത്. ഈ കുഴപ്പം സർവത്ര കാണാനുണ്ടെന്ന്. ഈ ജ്ഞാനികളുമായിട്ട് വളരെ അടുത്ത് കഴിയുന്നവര്, സഹവസിക്കുന്നവരുണ്ടല്ലോ, അവർ ഒരിക്കലും ആ മഹാത്മാവിൻ്റെ മഹത്വം പിടികിട്ടാനേ പോകുന്നില്ല. വലിയ പ്രയാസമാണ്. അസാധ്യം എന്ന അഭിപ്രായമില്ല. പക്ഷേ ഫെമിലിയാരിറ്റി, വളരെ പരിചയം, അടുപ്പം കൊണ്ട് ഒരാളുടെ മഹത്വത്തെ നാം വില കുറച്ച് കാണും. എപ്പോഴും അകന്നിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ആദരവും ബഹുമാനവും ഭക്തിയും ഒക്കെ വർദ്ധിക്കും. ഇങ്ങനെയാണ് ലോകത്തിൽ കാണാറുള്ളത്. സംസ്കൃതത്തിലൊരു സുഭാഷിതമുണ്ട്, അതിപരിചയാത് അവജ്ഞ സന്തതഗമനാത് അനാദരോ ഭവതി. ഇങ്ങനെ അതിന്റെ രണ്ടാമത്തെ വരി എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കാര്യം ഇതാണ്, അതിപരിചയാത് അവജ്ഞ. ഒരാളുമായിട്ട് നമ്മൾ വളരെ കാലം സുഹൃത്തായി അവരുടെ കൂടെ നടന്നാൽ അവരുമായിട്ട് നമുക്കൊരു അതിപരിചയം ഉണ്ടാവും. അതിപരിചയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം മഹാനായിരിക്കും, നമ്മെ സംബന്ധിച്ച് എന്റെ കൂട്ടുകാരൻ. അപ്പൊ നമ്മൾ അമിത സ്വാതന്ത്ര്യമെടുക്കും. അത് നമ്മെക്കുറിച്ച് അവജ്ഞയ്ക്ക് ഇടയാക്കും. ഒരു കളക്ടറുടെ ഉറ്റ സുഹൃത്താണെന്ന് വിചാരിക്കുക വേറൊരാൾ. കളക്ടർ എന്ന് പറയുമ്പോൾ വലിയ ഉയർന്ന പദവിയാണ്. എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടെയൊക്കെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത്. ആ സമയത്ത് ഈ സ്കൂളിൽ പഠിച്ച, പണ്ട് മുതലേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ കൂടെ പഠിച്ച ഒരാൾ, അദ്ദേഹം രാജശേഖര, ഏതെങ്കിലും കളക്ടർക്ക് ഇഷ്ടപ്പെടുമോ? ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം ഒക്കെ വീട്ടില് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിട്ട് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ പാടാ പോടാന്നൊക്കെ വിളിക്കാം. 4 പേരുടെ മുമ്പിൽ പത്രപ്രതിനിധികളും മറ്റ് ആൾക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഉള്ളപ്പോൾ രാജശേഖര എന്ന് പറഞ്ഞാൽ, രാജശേഖരൻ ഞാൻ ചുമ്മാ ഒരു പേരിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമ്മെക്കുറിച്ച് അവരുടെ ഉള്ളിൽ അവജ്ഞ ജനിപ്പിക്കും. അതുകൊണ്ട് അതിപരിചയം പാടില്ല. ഇനി ഇതുപോലെ സന്തതഗമനാത് അനാദരോ ഭവതി. സന്തതഗമനം, കൂടെ ഒരു വീട്ടിൽ ചെല്ലുക. അത് സുഹൃത്തുക്കളുടെ വീടായാലും ബന്ധുക്കളുടെ വീടായാലും എന്തിന്, ആശ്രമങ്ങളായാലും വളരെ അടുത്തടുത്ത് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 2-3 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കൊരിക്കൽ എപ്പോഴും ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ടിരുന്നാൽ അവിടെ നമുക്ക് ആദരവ് കിട്ടില്ല, അനാദരവായിരിക്കും നമുക്ക് ലഭിക്കുക. കാരണം ആ കൂടെ പോയാൽ തന്നെ നമ്മുടെ വില ഇടിഞ്ഞു പോകും, നമ്മെ ആരും മതിക്കില്ല. ഇതൊക്കെ എങ്ങനെയാ? ലോക അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഈ സുഭാഷിതങ്ങളായിട്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതങ്ങനെയാണ്, അല്ല എന്ന് പറഞ്ഞ് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ ഈ ജ്ഞാനികളുമായി സഹവാസം, കൂടെ ഇരിക്കുക, അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുക, ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തെ ചെന്ന് കാണാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പതുക്കെ അവരിലുള്ള ആദരവ് കുറഞ്ഞു പോകും. കാരണം അദ്ദേഹം എപ്പോഴും സുലഭനാണ്, എപ്പോ വേണമെങ്കിലും ചെന്ന് കാണാം, നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വല്ലപ്പോഴും വരുന്ന ആൾക്കാര് അദ്ദേഹത്തെ ഒരു ദിവ്യനോ മഹാത്മാവോ ഒക്കെ ആയിരിക്കും കാണുന്നത്. നമുക്ക് ആ ഭാവം കുറഞ്ഞു വരും. കാരണം ആ അമിതമായ അടുപ്പം കാരണമായിട്ടാണ്. അങ്ങനെയുള്ളവർ ഈ നാദാന്തമെയ്തിനരയിൽ, നാദാന്തത്തെ കടന്നവരെ, ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ സാധാരണ ലൗകികന്മാർ എങ്ങനെയാ കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉപമ പറയുകയാണ്. എന്നരികെ വാവെന്റ്. വാവുമായിട്ടൊന്നും ബന്ധമില്ല. വാ എൻ്റെ എന്നുള്ളത് സന്ധിയില് വാവെന്റ്. എന്റെ അടുത്ത് വരൂ, എന്നരികെ, എന്റെ അരികിൽ, വാ എൻ്റെ, വരൂ എന്ന് പാർക്കടലിൽ വാഴരിയൈ മണ്ടൂഹം കൂവും തഹൈമൈ അതൊക്കും. പാൽക്കടലിലാണല്ലോ നമ്മുടെ ശ്രീഹരി അനന്തന്റെ പുറത്ത് ശയിക്കുന്നത്, സാക്ഷാത് ശ്രീപത്മനാഭൻ. പാൽക്കടലിലാണ് അദ്ദേഹത്തിന്റെ ശയനം, സർപ്പത്തിന്റെ പുറത്ത്. അപ്പോ ആ കടലിൽ താമസിക്കുന്ന ഒരു തവള, ഹരി, എന്താ നമ്മൾ രണ്ടുപേരും കടലിലാണ് കഴിയുന്നത്. തവളയെ, മഹാവിഷ്ണുവിനെ ഒരു നിസ്സാര ഭാവത്തില്, രണ്ടുപേരും ജലത്തിലാണല്ലോ കഴിയുന്നത്,
എൻ അരികെ വാ, എന്റെ പാർക്കടലിൽ വാഴ് അരിയൈ. അരിയൈ എന്ന് പറഞ്ഞാൽ ഹരിയെ. മഹാവിഷ്ണുവിനെ ആ പാൽക്കടലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ജലത്തിൽ കഴിയുന്ന ഒരു തവള വളരെ ഒരു അമിത സ്വാതന്ത്ര്യം എടുത്ത് ഹരി എങ്ങനെയാ സുഖമാണോ എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എത്ര നിന്ദ്യം അപലപനീയം. പാർക്കടലിൽ വാഴരിയെ മണ്ടൂകം. മണ്ടൂകം തവള. ആ തവള ശ്രീഹരിയെ വളരെ പരിചയം നടിച്ച്, മറ്റുള്ളവരൊക്കെ ശ്രീഹരിയെ കാണാൻ ദേവന്മാരും മറ്റ് മഹർഷിമാരും ഒക്കെ കാത്തിരുന്നാണ് ചെന്ന് കാണുന്നത്. ഇദ്ദേഹം യോഗനിദ്രയിൽ നിന്ന് ഉണരാൻ വേണ്ടി അവർ വളരെ നേരം കാത്തു നിൽക്കും. അങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാത്തു നിന്ന് കാണേണ്ട ഹരിയെ പെട്ടെന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു അമിത സ്വാതന്ത്ര്യം എടുക്കുന്ന തവളകളെ പോലെയാണ്, അല്ലെങ്കിൽ തവളയെ പോലെയാണ് ജ്ഞാനികളുടെ അടുത്ത് അമിത സ്വാതന്ത്ര്യം എടുക്കുന്ന ലൗകികന്മാർ. പാർക്കടലിൽ വാഴരിയെ മണ്ടൂഹം കൂവും തകൈമൈ അതൊക്കും. കൂവി വിളിക്കുന്നു എന്നാണ് തവള. അതിന്റെ കർണകഠോരമായ ശബ്ദത്തിൽ ഹരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന, ശ്രീഹരി എന്ന് പോലുമില്ല, ഹരി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് പോലെയാണ് എന്നാണ്. അപ്പോ അങ്ങനെ ഒരു കുഴപ്പം പറ്റും. അതുകൊണ്ട് കഴിയുന്നതും മഹാത്മാക്കളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പോവാം, കാണാം, പക്ഷെ കൂടെ കൂടെ ചെന്ന് ഉപദ്രവിക്കുക അവർക്കതൊരു ഉപദ്രവമായി തോന്നുകയില്ലായിരിക്കും, എന്നാലും അത് ശരിയല്ല. കോവും തകൈമൈ അതൊക്കും. ഇനി ഇതിന് വേറൊരർത്ഥം എന്താ? ഹരി എന്നുള്ള വാക്കിന് മഹാവിഷ്ണു എന്നും തവള എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. സംസ്കൃത വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ ഡിക്ഷണറി എടുത്തിട്ട് ഈ ഹരി ശബ്ദത്തിന്റെ അർത്ഥം ഒന്ന് നോക്കി. ആ ഡിക്ഷണറിയിൽ കൊടുത്തിരുന്ന അർത്ഥങ്ങളാണ്. ഹരി എന്ന വാക്കിന് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, യമൻ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സിംഹം, മനുഷ്യൻ, കുതിര, വാനരൻ, കുയിൽ, തവള, പാമ്പ്, തത്ത, മയിൽ, ഭർതൃഹരി. വൈരാഗ്യ ശതകം എഴുതിയ ഭർതൃഹരി എന്നും അർത്ഥമുണ്ട്. പ്രകാശകിരണം, കുബേരൻ. ഇത്രയും അർത്ഥം ഹരിശബ്ദത്തിനുണ്ട്. അപ്പോ ഒരർത്ഥം തവള എന്നാണ്. അപ്പോ തന്റെ പേരും ഹരി, ശ്രീഹരിയുടെ പേരും ഹരി. അപ്പൊ ഞങ്ങൾ പേരിൽ പോലും ഒരു പൊരുത്തമുണ്ടല്ലോ എന്നാണ് തവളയുടെ വിചാരം. എന്നെയും ഹരി എന്ന് വിളിക്കുന്നു ആൾക്കാർ, ശ്രീഹരിയെയും ഹരി എന്ന് വിളിക്കുന്നു. രണ്ടുപേരും വെള്ളത്തിലാണ് കിടപ്പ്. അപ്പോ വി ആർ ഈക്വൽ എന്നൊരു വിചാരം തവളയ്ക്ക് തോന്നി. അപ്പൊ അത് ഹരിയോട് ഒരു അമിത സ്വാതന്ത്ര്യമോ ആവശ്യത്തിൽ കവിഞ്ഞ ഒരു അടുപ്പമോ ഒക്കെ കാണിച്ച് അപഹാസ്യനായിത്തീരുന്നു. അതുപോലെ ആവരുത് ജ്ഞാനികളുമായി അടുത്തിടപഴകുന്ന ലൗകികന്മാർ. അപ്പൊ ആ തവള എന്താ പറയുന്നത്? നീയും ഹരി, ഞാനും ഹരി, വരൂ നമുക്ക് ഒരുമിച്ച് വസിക്കാം. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ശ്രീഹരി ശയിക്കുന്നത് പാൽക്കടലിലാണ്. നമ്മുടെ തവള കിടക്കുന്നത് ചെളിവെള്ളത്തിലോ അഴുക്ക് വെള്ളത്തിലോ കുളത്തിലോ ഒക്കെയാണ്. അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നു എന്നതുകൊണ്ട് മാത്രം, അതുപോലെ പേരിലും സാമ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ മഹത്വം നമുക്ക് സിദ്ധിക്കുകയില്ല. നമുക്കൊക്കെ ദൈവങ്ങളുടെ പേരാണ്. പരമേശ്വരൻ എന്ന് പേരിടും. സാക്ഷാത് പരമേശ്വരനാണോ അദ്ദേഹം? എന്തിനാ ഈ പേര് വെക്കുന്നത്? ദൈവങ്ങളുടെ പേര്. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ എന്തായാലും ഈശ്വരനാമം ജപിക്കാൻ പോകുന്നില്ല, അതിന് നമുക്ക് സമയവുമില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ദൈവങ്ങളുടെ പേര് വെച്ചാൽ കുട്ടികളെ വിളിക്കുമ്പോഴെങ്കിലും ഈശ്വരനാമം ഉച്ചരിക്കുന്നതിന് തുല്യമാവുമല്ലോ. പരമേശ്വര, ഹരി, മോന്റെ പേരെന്താ? വിഷ്ണു. അപ്പോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൽ നിന്ന് ഈശ്വരനാമങ്ങൾ പുറത്തു വരണം, അത് ഉച്ചരിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടണം എന്നുദ്ദേശിച്ചാണ് കുട്ടികൾക്ക് ദൈവങ്ങളുടെ പേരും, അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ ലക്ഷ്മി, സരസ്വതി, ഉമാ, രമ, ഗീത ഇങ്ങനെയുള്ള പേരൊക്കെ കൊടുക്കുന്നത്. അതെല്ലാം മാറി അതൊക്കെ പഴയ കാലമായി. ഇപ്പോ അർത്ഥമില്ലാത്ത പേരുകളാണ്. ബിജു, സുജ, നിഷ. നിഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ നിശ എന്നാണ്, രാത്രി എന്നാണ് അർത്ഥം. അരോമ, രോമമില്ലാത്തവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വെക്കുന്നതാണ്. എന്ത് പണ്ടാരമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ അടുത്ത തലമുറയെങ്കിലും ഒന്ന് നേരെ ആവണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്.
കാരണം വിളിക്കാൻ എളുപ്പമുള്ളത് രണ്ടക്ഷരമുള്ള പേരുകളാണ്. ഹരി, ശിവൻ, ഹരിഹര സുബ്രഹ്മണ്യൻ, ശിവരാമകൃഷ്ണൻ, അങ്ങനെയൊന്നും വേണ്ട. കൃഷ്ണൻ, രാമൻ, ഹരി, ഉമ, രമ, ഗൗരി, ഇങ്ങനെയുള്ള പേരൊക്കെ ഇടാമല്ലോ. അതൊക്കെ പോയിട്ട് എന്തോ ഒരു ഹിന്ദിക്കാരുടെ പേര് തൻഹ, ഹിന്ദി പേരാണത്. ഇതിലൊക്കെ ഒരു മോഹം, ഒരു ഭ്രമം. അതായത് എന്താ, വല്ലപ്പോഴും ഈശ്വരനാമം ഉച്ചരിക്കാൻ കിട്ടുന്ന ആ സാധ്യതയും കൂടെ ഈ മഹാന്മാർ ഇല്ലാതാക്കി കളയും. അപ്പൊ ആ ഹരി എന്നുള്ള പേര് വിഷ്ണുവിനും തവളയ്ക്കും ചേരുന്നത് കൊണ്ട് അത് വലിയ അടുപ്പം നടിച്ച് വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങ് വരൂ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറയുന്നത് എത്ര ഹാസ്യജനകമാണോ അതുപോലെ അപഹാസ്യരായിത്തീരും ഈ ജ്ഞാനികളുമായിട്ട് അമിത പരിചയം അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള പാർഷദന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശകരോ ഒക്കെ. ഹരിചന്ദനം എന്നൊരു വാക്കുണ്ട്. അതിനെന്താ, മഞ്ഞ നിറത്തിലുള്ള ചന്ദനമോ അല്ലെങ്കിൽ ചന്ദന വൃക്ഷമോ ആണ് ഈ ഹരിചന്ദനം. സാധാരണ ചന്ദനത്തിനും ഹരിചന്ദനത്തിനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഹരിചന്ദനം എന്താണെന്ന് ചോദിച്ചാൽ ദേവലോകത്തിൽ 5 വൃക്ഷങ്ങളുണ്ടെന്നാണ്. വളരെ വിശേഷപ്പെട്ട സ്വർഗലോകത്ത് മാത്രം കാണപ്പെടുന്ന സ്വർഗവൃക്ഷങ്ങളാണ്. മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം, ഇങ്ങനെ 5 മരങ്ങൾ. അപ്പോൾ ഹരിചന്ദനം ശരിക്കും സ്വർഗവൃക്ഷമാണ്. ഇവിടെയുള്ള ചന്ദന മരത്തിനും നമുക്ക് ഹരിചന്ദനം എന്ന് വിളിക്കാം. ആ പ്രസാദമൊക്കെ ഹരിചന്ദനം, ഹരിചന്ദനം കൊണ്ടുള്ള മുഴുക്കാപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഡിക്ഷണറി നോക്കിയപ്പോൾ ഈ കാര്യം കണ്ടു, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. തത്വങ്ങളെല്ലാം നേതി ചെയ്ത് നീക്കി തത്വത്തിൽ ഉദയമാകുന്ന അരുളിൽ. ഈ അരുൾ എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഈശ്വരാനുഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഭഗവാനെ ദർശിക്കാനോ അറിയാനോ സാധ്യമല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കും. ഭഗവാന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ് ആത്മദർശനം ഉണ്ടാകുന്നത്. നമ്മളിവിടെ നമ്മുടെ മിടുക്കുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ സാധനാ ബലം കൊണ്ടോ അല്ല. യമേ വൈഷഹി വൃണുതേ തേന ലഭ്യ ന്യായമാത്മാ പ്രവചനേന ലഭ്യ. ഈ ആത്മാവിനെ കുറിച്ച് ധാരാളം പ്രസംഗിച്ചത് കൊണ്ട് ആത്മദർശനമോ ആത്മസാക്ഷാത്കാരമോ ഉണ്ടാവാൻ പോകുന്നില്ല. മേധയ, വലിയ ബുദ്ധിശക്തിയുണ്ട്, സൂക്ഷ്മ ബുദ്ധിയാണ്, ചിന്തിക്കാൻ യുക്തിയുക്തം കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടും ഈ ആത്മസാക്ഷാത്കാരം കിട്ടണമെന്നില്ല. മേധയ ബഹുനാശ്രുതേന, ധാരാളം പഠിച്ചതുകൊണ്ട്, ഉപനിഷത്തുകൾ ഉൾപ്പെടെയുള്ള അധ്യാത്മ ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ടും ഈ ആത്മസാക്ഷാത്കാരം കിട്ടണം എന്ന് നിർബന്ധമില്ല. അതൊന്നും ഇല്ലാതെ നേടിയ ആൾക്കാരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. സ്കൂളിൽ പോലും പോകാത്തവർ, സംസ്കൃത ഭാഷയെ അറിഞ്ഞുകൂടാത്തവർ, അവർക്കൊക്കെ ആത്മസാക്ഷാത്കാരം കിട്ടി. തമിഴ്നാട്ടിലുള്ള 63 നായന്മാർകൾ. നായൻ എന്ന് പറഞ്ഞാൽ നായകൻ. നമ്മുടെ ഇവിടെ നായർ എന്ന് പറയുന്നത് നായകൻ. അതിനെ റെസ്പെക്റ്റ് കൊടുത്ത് നായകർ, അത് ചുരുങ്ങി നായർ, അങ്ങനെയാണ് വന്നത്. നായകൻ, ലീഡർ എന്നാണ്. അയ്യര് എങ്ങനെയാ വന്നത്? തമിഴ്നാട്ടിലെ അയ്യൻ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടുകൂടി വിളിക്കുന്ന പേരാണ്. അയ്യാ, ഇപ്പോഴും തമിഴ്നാട്ടിൽ ചെന്നാൽ കാണാം, സാറേ എന്നൊക്കെ വിളിക്കുന്ന പോലെ അയ്യാ. അയ്യൻ, ഈശ്വരനെയും അയ്യൻ എന്ന് പറയും. അയ്യാ പഴനിമലൈ വേല ഉനക്കാർ തുണൈ ചൊൽ അനുകൂല എന്നൊരു കീർത്തനം തന്നെയുണ്ട്, പഴനി മുരുകനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയത്. അപ്പോൾ വളരെ സ്നേഹവും ഭക്തിയും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അയ്യൻ. അതിന് അയ്യൻ എന്ന് പറയാതെ പൂജക ബഹുവചനമായിട്ട് അയ്യർ, അങ്ങനെയാണ് ഈ തമിഴ് ബ്രാഹ്മണർക്ക് അയ്യർ എന്നുള്ള പേര്. മലയാളത്തിൽ നായകൻ, നായകർ, നായർ, അങ്ങനെയാണ് ഉണ്ടായത്. തത്വത്തിൽ ഉദയമാകുന്ന അരുളിൽ, അത് പറഞ്ഞില്ലല്ലോ, ന്യായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ബഹുനാശ്രുതേന. പിന്നെ ഈ ആത്മാവിനെ എങ്ങനെയാ കിട്ടുന്നത്? പ്രവചനം കൊണ്ട് കിട്ടില്ല, ധാരാളം പഠിച്ചത് കൊണ്ട് കിട്ടില്ല, അപാരമായ ബുദ്ധിശക്തിക്ക് ഉടമയായതുകൊണ്ടും കിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടുന്നു? ഈ ജ്ഞാനികളൊക്കെ എങ്ങനെയാ ഈ ആത്മദർശനം നേടിയത് എന്ന് ചോദിച്ചാൽ, യമേവ യേഷ ഹി വൃണുതേ തേന ലഭ്യ. ഈ ആത്മാവ് ആരെ തന്നെ വരിക്കുന്നുവോ, ആത്മാവ് ഇന്ന ആൾ, ഈ സാധകൻ എന്നെ കാണട്ടെ, എന്റെ സ്വരൂപം കണ്ടോട്ടെ
എന്ന് വിചാരിച്ച് തൻ്റെ സ്വരൂപത്തെ മായാമറ നീക്കി പ്രകടമാക്കുന്നുവോ അയാൾക്ക് മാത്രം ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. യമേവ യേഷ ഹി വൃണുതേ തേന ലഭ്യ, അയാൾക്ക് മാത്രമായിരിക്കും ആ ആത്മദർശനം കിട്ടുന്നത്. നേതി ചെയ്ത് നീക്കി തത്വത്തിൽ ഉദയമാകുന്ന അരുളിൽ ദൈവാനുഗ്രഹ മഹസ്സിൽ, മഹസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നൊക്കെയാണ്, മഹിമാവ് എന്നൊക്കെയാണ് അർത്ഥം. ആ ദൈവാനുഗ്രഹം ആകുന്ന മഹിമാവിലാണ് ജ്ഞാനികളുടെ സ്ഥിതി. വിരാജിക്കുന്ന ജ്ഞാനിവര്യന്മാർക്ക് വിഷയസുഖങ്ങളിൽ മാത്രം രസം കൊണ്ട് താഴ്ന്നവരായ ലോകരെ പറ്റി ഒരു മതിപ്പും ഉണ്ടാകാനിടയില്ല. ജ്ഞാനിയുടെ നിലയെവിടെ, അജ്ഞാനിയുടെ നിലയെവിടെ? എത്ര ഉയരെയാണ്, അകലം നിശ്ചയിക്കാൻ പറ്റില്ല എന്ന്. അവരങ്ങ് മുകളിൽ, അജ്ഞാനികൾ ഇങ്ങ് താഴെ. മുകളിൽ മുകളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, എത്ര മുകളിൽ, കണ്ണെത്താ ദൂരത്ത് മുകളിൽ, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ജ്ഞാനികൾക്ക് ലൗകികന്മാരെ കുറിച്ച് വലിയ മതിപ്പോ അഭിപ്രായമോ ഒന്നുമില്ല എന്ന് വെച്ച് നിന്ദയോ അവരെ കുറിച്ച് ഒരു മോശമായ അഭിപ്രായമോ ഒന്നുമില്ല. കാരണം എല്ലാം ഈശ്വരമയമാണ്. ലൗകികന്റെ രൂപത്തിലും ഇരിക്കുന്നത് ഈ സർവേശ്വരൻ തന്നെയാണ്. എന്നാലും ഒരു ജ്ഞാനിയോടുള്ള അത്രയും ഒരു മതിപ്പോ ഇഷ്ടമോ ഒരു ആത്മബന്ധമോ അജ്ഞാനികളോട് ജ്ഞാനികൾക്ക് ഉണ്ടാവാൻ തരമില്ല. ഈ പ്രാപഞ്ചികർ അപ്രകാരം ഒരു മഹാജ്ഞാനിയെ സമീപിച്ച് എൻ്റെ ഗൃഹത്തിൽ വന്ന് എൻ്റെ സത്കാരം ഏൽക്കുക എന്ന് ക്ഷണിച്ചാൽ, മഹാത്മാക്കൾ വന്നാൽ സാധാരണ നമ്മൾ അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. അവരുടെ പാദസ്പർശം കൊണ്ട് നമ്മുടെ ഗൃഹം പവിത്രമാകും എന്നൊക്കെയാണ് സങ്കല്പം. ഒരു പരിധിവരെ അത് ശരിയുമാണ്. അങ്ങനെ അങ്ങിന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം, എൻ്റെ സത്കാരം, ഇന്നത്തെ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നാവാം. ഭക്ഷണം എന്ന് പറയാൻ സന്യാസിക്കാണെങ്കിൽ ഭിക്ഷ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഇന്നത്തെ ഭിക്ഷ അടിയൻ്റെ വീട്ടിലാവണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഭിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം ശാപ്പാടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ സന്യാസിമാർ ഭിക്ഷ സ്വീകരിക്കുന്നു എന്നാണ് വൈപ്പ്. അപ്പൊ എൻ്റെ സത്കാരം ഏൽക്കുക എന്ന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കുറ്റകരമായി വരുമോ? അജ്ഞാനികളുടെ വീട്ടിൽ, പരമലൗകികന്മാരുടെ വീട്ടിൽ ജ്ഞാനികൾ പ്രവേശിക്കാറേയില്ല. എത്ര കേണപേക്ഷിച്ചാലും അവർ ചെല്ലാറില്ല. ഭേദബുദ്ധി ഉള്ളത് കൊണ്ടല്ല, അവർ പോവാറില്ല. അവരുടെ ജ്ഞാനത്തിന് എന്തെങ്കിലും കുറവോ തടസ്സമോ എന്തെങ്കിലും വരുമെന്നുള്ള പേടി കൊണ്ടുമല്ല, പോകാറില്ല. അതേസമയം ഒരു ആധ്യാത്മിക താല്പര്യവുമൊക്കെ, അധ്യാത്മശാസ്ത്രത്തിലെ ഒരു ഇഷ്ടവും അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഇവർ വിളിക്കാതെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് പറയുകയും ചെയ്യും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് ഈശ്വരൻ തോന്നിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ജ്ഞാനികളുടെ മനസ്സിൽ അങ്ങനെയാണ് പൊതുവെ തോന്നുക. അതിന് കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, ഇതാണ് ഇങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. ആ വസ്തുതയെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോ എൻ്റെ സത്കാരം ഏൽക്കുക എന്ന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കുറ്റകരമായി വരുമോ? കുറ്റമല്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എൻ്റെ വീട്ടിൽ വന്നില്ല, സ്വാമിക്ക് അല്പം അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ അവർക്ക് തോന്നാം. പക്ഷെ അതൊന്നുമല്ല. അവർ സാധാരണ ലൗകികന്മാരുടെ വീട്ടിൽ ചെല്ലാറില്ല, സമ്പന്നന്മാരുടെ വീട്ടിലും ചെല്ലാറില്ല. പ്രാപഞ്ചികരുടെ അഭിപ്രായം ഇതുപോലെയാണ്. അതായത് നമ്മുടെ അല്പമായ അറിവും ബുദ്ധിയും കൊണ്ട് ജ്ഞാനികളെ വിലയിരുത്താൻ തുനിയരുത്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കും. നമ്മുടെ വിമർശനത്തിന് ജ്ഞാനികളെ വിധേയരാക്കരുത്. അവരിൽ കുറ്റമോ കുറവോ കണ്ടുപിടിക്കാൻ മാത്രം നാം വളർന്നിട്ടില്ല. അതിനും മാത്രമുള്ള പാകതയോ ബുദ്ധിശക്തിയോ ഒന്നും നമുക്കില്ല. എന്തോ നമുക്ക് ഭാഗ്യമില്ല എന്ന് വിചാരിക്കുക. വന്നില്ലെങ്കിൽ, നമ്മൾ ക്ഷണിച്ചിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല. ദൈവത്തോട് അപേക്ഷിക്കുക, അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരാൻ അദ്ദേഹത്തിന് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിനെ ആ കടലിൽ ജീവിക്കുന്ന ഒരു തവള വിരുന്നിന് വിളിക്കുകയാണ്. അങ്ങനെയൊന്നും അർത്ഥമില്ല. വ്യാഖ്യാതാവ് കുറച്ചുകൂടെ തൻ്റെ ഭാവനാ വൈഭവം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. ഹരി എന്ന പേര് രണ്ടു പേർക്കും ഒക്കുന്നുണ്ട്. ശയിക്കുന്നതും പാൽക്കടലിൽ തന്നെ ആകയാൽ സമത്വമായി കണ്ട് സ്നേഹിതനെന്ന് ഭാവിച്ച് വിളിച്ചു എന്നാണ് തവളയുടെ മനോഗതി. ഈ തവളയുടെ മനോഗതി പോലെയാണല്ലോ പ്രാപഞ്ചികരുടെ മഹാജ്ഞാനികളോടുള്ള പെരുമാറ്റമെന്ന് ഈ തിരുവെൺപ ചൂണ്ടിക്കാണിക്കുകയാണ്. തിരുവെൺപ എന്ന് പറഞ്ഞാൽ പദ്യം, മഹാത്മാക്കൾ എഴുതിയ ആ ശ്ലോകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ
അജ്ഞാനികളുമായിട്ട് ഉള്ള സഹവാസം. അവർക്ക് ജ്ഞാനി അജ്ഞാനി എന്നൊന്നും ഭേദമില്ല ആർക്ക്, ഈ ജ്ഞാനികൾക്ക്. എന്നാലും അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറില്ല. ചിത്തശുദ്ധി, ഭക്തി, സത്വഗുണം ഇതൊക്കെ ഉള്ളവരുടെ കൂടെ കഴിയാനാണ് ജ്ഞാനികൾ പോലും ആഗ്രഹിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അടുത്ത പദ്യം വായിക്കാം. കുമ്പിട്ടും കീർത്തിത്തും കോടി ഉപശാരം വമ്പിട്ട പത്തി വലൈ വഴിயை நம்புவரோ ஊனாதி வாதனைகள் ஒன்றாக பெருமை വീണേ വിളയ്ക്കും എനിൻ. കുമ്പിട്ടും കീർത്തിത്തും കോടി ഉപശാരം വമ്പിട്ട പത്തി വലൈ വഴിയേ. എന്തൊക്കെയാ ഈ ആൾക്കാർ ചെയ്യുന്നത്? ഒരു മഹാത്മാവിനെ കണ്ടാൽ രണ്ട് കൈയും കൂപ്പി വന്ദിക്കും, തൊഴും, കുമ്പിടും. തമിഴിൽ കുമ്പിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുമ്പിടുക എന്നുള്ള വാക്ക് ഇങ്ങനെ തല താഴ്ത്തി നമസ്കരിക്കുക. സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിലും തല താഴ്ത്തി തൻ്റെ ആദരവ് പ്രകടിപ്പിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. കുമ്പിട്ടും കീർത്തിത്തും പ്രകീർത്തിക്കും, ആ ആളിൻ്റെ മഹത്വം വാഴ്ത്തിപ്പാടും. അങ്ങനെയും തൻ്റെ ഉള്ളിലുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ ആൾക്കാർ പ്രകടിപ്പിക്കാറുണ്ട്. കോടി ഉപശാരം, ഉപശാരം എന്ന് പറഞ്ഞാൽ ഉപചാരം. ഉപചാരം എന്ന് പറഞ്ഞാൽ ഒരാളെ ആദരിക്കാനുള്ള ഏത് മാർഗവും ഈ ഉപചാരം എന്നുള്ള വാക്കിനകത്ത് പെടും. ഒരാളെ അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിക്കുമ്പോൾ നമ്മൾ ഷോഡശോപചാര പൂജ എന്നാണ് പറയുന്നത്. 16 ഉപചാരങ്ങൾ നമ്മുടെ ആരാധനാമൂർത്തി ആ ബിംബത്തിന് നമ്മൾ ചെയ്യും. വസ്ത്രം, പാദ്യം, അർഘ്യം, ആചമനീയം, പിന്നെ നിവേദ്യം, ധൂപം, ദീപം, ഇങ്ങനെ 16 ഉപചാരങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ കോടി ഉപചാരം, കോടിക്കണക്കിന് ഉപചാരം ചെയ്താലും ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഭക്തി പ്രകടിപ്പിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം ഉള്ളിലുള്ള ആ ഭക്തിയോ പ്രേമമോ ഒക്കെ ഏത് രീതിയിൽ പുറത്ത് പ്രകടമാകും എന്ന് മുൻകൂട്ടി പറയാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് അത്രയേ ഉള്ളൂ. കോടി ഉപചാരം വമ്പിട്ട ജ്ഞാനികളെ ആദരിക്കാൻ വേണ്ടി ചെയ്യുന്ന വിചിത്രങ്ങളായ ചടങ്ങുകൾ. അത് ചിലതൊക്കെ നമുക്ക് പറയാം. നമസ്കരിക്കുന്നു, തലതാഴ്ത്തുന്നു, സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ, ഉപഹാരങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നു. ഇതിലൊന്നും പെടാത്ത വേറെയുണ്ട്. കണ്ണീര് കൊണ്ട് പാദപ്രക്ഷാളനം ചെയ്യുക, കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകുക എന്ന്. അങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരാൾക്ക് ഇപ്പോൾ ഒരു ഗുരുനാഥനെ കാണുമ്പോൾ സന്തോഷാശ്രുക്കൾ കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു മഹാനെ ഇപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റിയല്ലോ എന്നുള്ള വിചാരമൊക്കെ കൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകി ആ പാദങ്ങളെ ആ കണ്ണീര് കൊണ്ട് കഴുകുന്നു. അത്രയ്ക്കും മാത്രം കണ്ണീര് വരുമോ എന്നൊന്നും ചോദിക്കുന്നു. പല രീതിയിലാണ് ഈ ഭക്തിയുടെ പ്രകടനം. ബാഹ്യ പ്രകടനം നമുക്ക് പല തരത്തിലാണ്. വിചിത്രങ്ങളായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നു ജ്ഞാനികളെ ആദരിക്കാൻ, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. ഭക്തി മാർഗത്തിലും ഇതൊക്കെ തന്നെയാണ്. ഈശ്വരനെ നമസ്കരിക്കുക, ഭഗവാനെ കീർത്തിക്കുക, പലതരത്തിലുള്ള ഉപചാരങ്ങൾ. നമ്മളെന്താ കാശ് കൊണ്ടിടുന്നു, ഭണ്ഡാരത്തില് പൈസ, സ്വർണമാല, രത്നങ്ങൾ, ഇതൊക്കെ എന്തിനാ ആൾക്കാർ, വെങ്കടാചലപതി, ധർമ്മശാസ്താവ്, ഇവരുടെയൊക്കെ അമ്പലങ്ങളിൽ എന്തിനാ ഇതൊക്കെ കൊണ്ടിടുന്നത് എന്ന് ചോദിച്ചാൽ, ഭക്തന്മാരുടെ അവർക്ക് അങ്ങനെ ഇടണമെന്ന് തോന്നുന്നു. അവരുടെ ആ കയ്യിലുള്ളതല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. കരട് കുറച്ച് കൊടുക്കാൻ പറ്റുമോ ഭഗവാന്? കണ്ണപ്പനെ പോലെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ പറ്റുമോ? അവരുടെ കയ്യിലുള്ളത് അവർ മഹത്താണ് എന്ന് വിചാരിക്കുന്നത് ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിടും. പിന്നെ ഈ ഡീമോണിറ്റൈസേഷൻ വന്നപ്പോ 500-ന്റെയും 1000-ന്റെയും നോട്ടിന് വിലയില്ലാന്ന് കണ്ടപ്പോ കുറെ കെട്ടുകൾ അമ്പലങ്ങളിൽ കൊണ്ടിട്ട കൂട്ടരെയും എനിക്കറിയാം. വ്യക്തിപരമായിട്ടറിയാം. കാരണം ആരും ചോദിക്കില്ലല്ലോ. നമ്മുടെ സത്സംഗത്തിനൊക്കെ വരുന്ന ഒരാളാണ്, അതാണ് അതിലും വിശേഷം. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കുറെ 500-ന്റെയും 1000-ന്റെയും കെട്ട് കൊണ്ടിടാമോ, ഏത് അമ്പലത്തിൽ ഇടണം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും വലിയ ഭണ്ഡാരപ്പെട്ടി ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കുത്തി കയറ്റി വെക്കാൻ പറ്റില്ല. ഓരോന്നായിട്ട് ഊരി ആ ചെറിയ ഭണ്ഡാരപ്പെട്ടിയിലെ ചെറിയ ദ്വാരത്തിലൂടെ ഇടാൻ പറ്റില്ല. അപ്പൊ വലിയ ബണ്ടിലോടുകൂടെ കൊണ്ട് തട്ടാൻ പറ്റുന്ന വലിയ വാവട്ടമുള്ള ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിടുന്നതാവും എപ്പോഴും നല്ലത്.
അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേണമെങ്കിൽ കൊണ്ടിടാമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പുള്ളി പറയുകയാണ് ഉടനെ അവിടെ CCTV ക്യാമറ ഉണ്ടെന്ന്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരെ പിടിക്കും, പോലീസ് പിടിക്കും, ഇൻകം ടാക്സുകാരെ പിടിക്കും എന്നൊക്കെ വരുമ്പോൾ എന്നാ ദൈവത്തിന്റെ ഭണ്ഡാരപ്പെട്ടിക്കകത്ത് ആയിക്കോട്ടെ ഈ പണക്കെട്ടുകളുടെ സ്ഥാനം എന്നൊക്കെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അതൊക്കെ ഭക്തിയാണോ? വാസ്തവത്തിൽ എന്താ ഭക്തി? നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുക്കുക. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഭഗവാന് കൊടുക്കുക എന്നല്ല, ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. നമ്മുടെ ചിന്തകളിൽ മുഴുവൻ, വിചാരങ്ങളിൽ മുഴുവൻ ഭഗവാൻ വേണം നിറഞ്ഞു നിൽക്കുക. അത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നു മനുഷ്യർ ഈശ്വരനോടും ജ്ഞാനികളോടും അവർക്കുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി. അതൊക്കെ ഭക്തിയുടെ മാർഗമാണ്. അദ്ദേഹം തന്നിൽ നിന്ന് അന്യനാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തൻ്റേത് എന്ന് കരുതുന്ന പലതും അദ്ദേഹത്തിന് കൊണ്ട് സമർപ്പിക്കുന്നു. പത്തി വലൈ വഴിയൈ, പത്തി എന്ന് പറഞ്ഞാൽ ഭക്തി, ഭക്തിയാകുന്ന വല. ഭക്തി എന്തുകൊണ്ടാ വല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഈ ലൗകിക കാര്യങ്ങളിൽ വിഷയങ്ങളിൽ കിടന്ന് ഉഴലുന്ന മത്സ്യങ്ങളെ പോലെയുള്ള അജ്ഞാനികളെ പിടിക്കാൻ വേണ്ടി ഋഷികൾ ഉണ്ടാക്കിയ വലയാണ് ഭക്തിവല. ആ വലയുടെ ഇടയ്ക്ക് കൂടെ രക്ഷപ്പെട്ടു പോകുന്ന കൂട്ടരുണ്ട്, ഭാഗ്യമില്ലാന്നേ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവനെ ഈ സംസാര സാഗരത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭക്തി വല വിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ കുറേ മത്സ്യങ്ങളെങ്കിലും കുടുങ്ങുമല്ലോ, അങ്ങനെ ഈ സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഭക്തി വലയാണ്. പക്ഷേ ഈ ജ്ഞാനികളുണ്ടല്ലോ, ഈ ഭക്തി വലയുടെ വഴി മാർഗത്തെ നമ്പുവരോ? ഈ ജ്ഞാനികൾ ഭക്തി മാർഗത്തെ വിശ്വസിക്കുമോ, ആശ്രയിക്കുമോ? ഇല്ല. ഭക്തിക്കും ജ്ഞാനത്തിനും വ്യത്യാസം കൽപ്പിക്കാൻ പാടുണ്ടോ? രണ്ടും ഒരേ ലക്ഷ്യത്തിലാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ ന്യൂനത, ഭക്തിയിൽ ദ്വൈതമുണ്ട്, ജ്ഞാനത്തിൽ അതില്ല. ഞാൻ വേറെ ഭഗവാൻ വേറെ ഈ വിചാരമുണ്ടല്ലോ, എന്നാലല്ലേ ഈ ഭക്തി പ്രകടനം തന്നെ സാധ്യമാവൂ. ജ്ഞാനത്തിൽ അതല്ല, ഞാൻ തന്നെ അദ്ദേഹം, അദ്ദേഹം തന്നെ ഞാൻ. അവിടെ നിങ്ങൾ വിശേഷിച്ച് എന്താണ് സമർപ്പിക്കാൻ കഴിയുക? ഈ ജ്ഞാനിക്കോ ഭക്തനോ? അദ്വൈതത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ സമർപ്പണം തന്നെ സാധ്യമല്ല. അവിടെ എന്താ? അറിവ് മാത്രമേ ഉള്ളൂ. ഈശ്വരനാണ് ഞാനെന്ന് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. ആ ഈശ്വരന് ഞാൻ എന്ത് കൊടുക്കാൻ? അദ്ദേഹത്തിൻ്റെതല്ലാത്തതും എൻ്റേതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നതുമായ ഒന്നിനെയല്ലേ എനിക്ക് ഈശ്വരന് കൊടുക്കാൻ പറ്റൂ. ഈശാവാസ്യമിതം സർവം, ഈ ഭാവം എല്ലാം ഈശ്വരൻ്റെയാണ്, എൻ്റേതായിട്ട് ഒന്നുമില്ല. ഈ അറിവ് ഉറച്ചുപോയ ഒരാൾക്ക് എന്തിനെ ഭഗവാന് സമർപ്പിക്കാൻ പറ്റും? ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ. തമിഴിൽ പറയും കടത്തേങ്ക എടുത്ത് വഴിപ്പുള്ളയാരെ അടിക്കരുത്. കടത്തേങ്ക എന്ന് പറഞ്ഞാൽ എന്താ? റോഡിൽ തെരുവിൽ കിടക്കുന്ന, നമ്മൾ പോകുമ്പോ ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീണു, ആ തേങ്ങ വീണത് വേറെ ആരും എടുക്കണ്ട, ഇയാള് ആ തേങ്ങ പൊതിച്ചിട്ട് അതിനെ കൊണ്ട് വഴിയിൽ തന്നെയുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ അടിച്ചു. പുണ്യം കിട്ടുമോ ഇയാൾക്ക്? ഇവിടെ താൻ കാശ് കൊടുത്ത് വാങ്ങിക്കണം, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ കാഴ്ച തേങ്ങയായിരിക്കണം. അതെടുത്ത് അതൊരു ഭക്തിഭാവത്തോടു കൂടി അടിച്ചാൽ ആ തേങ്ങ അടിച്ചതിന്റെ പ്രയോജനം കിട്ടും. ഇതൊന്നുമല്ല, ഓസിന് കിട്ടി, ഓസിനടിച്ചു. പലതരത്തിലാണ്. തേങ്ങയടിയിലല്ല കാര്യം, ഏത് ഭാവത്തോടുകൂടി ആ തേങ്ങ സമർപ്പിക്കപ്പെടുന്നു മഹാഗണപതിക്ക് എന്നുള്ളതാണ് പ്രധാനം. അതിൽ സ്വാർത്ഥതയുടെ അംശമേ പാടില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം അത് നടത്തി തരണേ എന്ന് വിചാരിച്ചുകൊണ്ട് തേങ്ങ അടിക്കരുത്. മഹാഗണപതിക്ക് തേങ്ങ അടിക്കണം, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടാകരുത്. അതുപോലെ നന്ദി പ്രകടനമായിട്ടും തേങ്ങയടി പാടില്ല. നേരത്തെ ഒരു നേർച്ച, ഇന്നത് നടത്തി തന്നാൽ ഞാൻ പഴവങ്ങാടി മഹാഗണപതിക്ക് അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചേക്കാം എന്ന് നേരത്തെ തീരുമാനിച്ചു. ഇയാളുടെ കഷ്ടകാലം കൊണ്ടോ നല്ല കാലം കൊണ്ടോ അത് നടന്നു. അപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ, അപ്പൊ കാര്യം നടന്നതിന് ശേഷം കൈക്കൂലി കൊടുക്കുന്നവരുണ്ട്, കാര്യം നടത്തി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നവരും ഉണ്ട്. പല ടൈപ്പ് ആളുകളാണ് ലോകത്ത്. ഇവിടെ ഒരു ലൗകികമായ ഉദ്ദേശ്യവും നമ്മുടെ
സമർപ്പണത്തിന്റെ പുറകിൽ ഉണ്ടാവരുത്. ഭണ്ഡാരത്തിൽ പൈസ കൊണ്ടിട്ടോളൂ, തേങ്ങ അടിച്ചോളൂ, വഴിപാട് നടത്തിക്കോളൂ. വ്യക്തിപരമായ ഒരാവശ്യവും ഉന്നയിക്കരുത്, ഉദ്ദേശ്യവും അതിന്റെ പുറകിൽ ഉണ്ടാകരുത്. ഒരു കാര്യം ചെയ്യൂ, ഈ ലോകം നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ച് നടത്തും. ഒരു തേങ്ങ അടിക്കൂ, എത്ര പേരടിക്കും? ഈ ലോകത്തിലുള്ളവരെല്ലാം സൗഖ്യമായി കഴിയട്ടെ എന്നൊരു സദ്ഭാവനയോടുകൂടെ ആര് തേങ്ങ അടിക്കും? ലോകം നന്നാവാൻ ഞാൻ എന്തിനാ തേങ്ങ അടിക്കുന്നത് എന്നായിരിക്കും അവരുടെ ന്യായം. എന്താ? സ്വാർത്ഥതയിൽ ആണ്ട് കിടക്കുന്ന മനുഷ്യൻ. ആ മനസ്സ് വിശാലമാവുന്നില്ല, വികാസത്തെ പ്രാപിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സ്വാർത്ഥതയെ വിടൂ, കൈവിടൂ, ഉപേക്ഷിക്കൂ, സംഘത്തെ ത്യജിക്കൂ എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? അപ്പൊ ഭക്തി വലയി വഴിയെ നമ്പുവരോ, ജ്ഞാനികൾ ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഭക്തിമാർഗത്തെ പൊതുവെ അവർ അംഗീകരിക്കാറില്ല, അവലംബിക്കാറില്ല, വിശ്വസിക്കാറില്ല. അവർക്ക് ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. മേലെ വാനം കീഴേ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരാണ് അവധൂതന്മാർ, ജീവൻ മുക്തന്മാർ. ഒരപേക്ഷയുമില്ല, ഒരു പരാതിയുമില്ല, ഒരു പരിഭവവുമില്ല. ലോകം നന്നായെന്നോ മോശമായെന്നോ ഉള്ള അഭിപ്രായം അവർക്കില്ല. ഇല്ലാത്ത ലോകം, മിഥ്യാരൂപത്തിലുള്ള ലോകം നന്നായാലെന്ത്, മോശമായാലെന്ത്? ഇത് ഇല്ലപ്പാ. അത് സിനിമ ശുഭപര്യവസായി ആവാം, അതുപോലെ ദുഃഖപര്യവസായിയും ആവാം. ട്രാജഡി, കോമഡി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചക്കാർക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ പല സിനിമകളും ട്രാജഡി, ഇപ്പൊ കരഞ്ഞ് വിഷമത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന, അതുകൊണ്ടാണ് ട്രാജഡി ഒന്നും വിജയിക്കാത്തത്. പഴയ മലയാള സിനിമകളൊക്കെ നോക്കൂ, ഒക്കെ ട്രാജഡിയാണ്. ഇപ്പോഴെല്ലാവർക്കും കോമഡിയാണ്. ഈ TV ചാനലുകളിലെല്ലാം കോമഡി പ്രോഗ്രാമാണ് കൂടുതൽ. കാരണം ഇവന് ചിരിക്കാനുള്ള സന്ദർഭം യഥാർത്ഥ ജീവിതത്തിൽ കിട്ടുന്നില്ല. എന്നാൽ പാവ ഇതെങ്കിലും കണ്ട് ചിരിക്കട്ടെ, അല്പം ചിരിച്ചിട്ട് ഒരു 10-10:30 പാവ ആ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങട്ടെ എന്നാണ്. അപ്പൊ ഭക്തിയുടെ മാർഗത്തെ ജ്ഞാനികൾ അധിക്ഷേപിക്കുന്നില്ല, തരക്കുറവായിട്ട് കാണുന്നുമില്ല. അവർക്ക് അതിലോട്ട് ഒരു താല്പര്യമില്ല. ഊണാദി വാദനകൾ ഒൻറാതെ, ഊൺ മലയാളത്തിലെ ഊണ് തന്നെയാണ്, ഊൺ. തമിഴാണത്. പക്ഷെ തമിഴന്മാരുടെ അടുത്ത് ഊണ് എന്ന് പറഞ്ഞാൽ ശാപ്പാട്, ഇங்கே ശാപ്പാട് കിടയ്ക്കും. അപ്പൊ നല്ല തമിഴ് വാക്കുകളൊക്കെ നമ്മുടെ മലയാളത്തിലാണ്. അത് ഇതുപോലെയുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പൂനൈ എന്നാണ് അവർ പറയുന്നത്, പൂച്ചയ്ക്ക് തമിഴന്മാർ. പൂച്ചൈ എന്ന് പഴയ തമിഴ് ഗ്രന്ഥങ്ങളിലുണ്ട്. നമ്മൾ അതിനെ അയ്യുടെ മാറ്റിയിട്ട് പൂച്ച. അപ്പൊ ആ വാക്ക് മലയാളത്തിലാണ്. തമിഴിൻ്റെ അടുത്ത് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പൂച്ച കാട്ടറ, വെറുതെ പേടിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പല അർത്ഥങ്ങളുമാണ് അവർക്ക്. മാർജാരൻ എന്നുള്ള അർത്ഥം നഷ്ടമായി. അതുകൊണ്ടാണ് പറയുന്നത് മലയാളത്തിന്റെ മാതാവാണ് തമിഴ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാതാവിനെ ആദരിക്കുന്നവരാണ്, അവര് മാതാവിനെ കൈവിട്ടവരാണ് തമിഴന്മാർ. വേറെ വാക്കുകളൊക്കെ വന്നു, അങ്ങനെ അകന്നുപോയി. ഊണാദി വാദനകൾ ഒൻറാതെ അപ്പെരുമൈ വീണേ വിളയ്ക്കും എനിൻ. വ്യർത്ഥമായി ഉണ്ണുക എന്ന് പറഞ്ഞാൽ ആഹാരം തുടങ്ങിയ വാസനകളെ ആശ്രയിച്ച് അവരുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നേ ഇല്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ തന്നെ സാധ്യമല്ല. വ്യർത്ഥമായി അന്നവസ്ത്രാദികളിൽ അവർ മനസ്സിനെ വ്യാപരിപ്പിക്കാറില്ല. ഇങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ പോയി അവർക്ക് ഒരു നേരം ഭിക്ഷ സ്വീകരിച്ചാൽ എന്താ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ചോദ്യം വരാം. എന്താ ദോഷം? അയാൾ വളരെ സ്നേഹത്തോടുകൂടെ ഭക്തിയോടുകൂടെയാണല്ലോ വിളിക്കുന്നത്. പോയാൽ എന്താ എന്ന് ചോദിച്ചാൽ, എല്ലാവരും അങ്ങേയറ്റം പക്വത നേടിയവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ജ്ഞാനികളിൽ തന്നെ ചിലര് ഇപ്പോഴും ആ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശിഷ്യനോ ഒരു ഭക്തനോ ഒന്ന് വിളിച്ചു, അവിടെ ചെന്നു, അയാളെ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി. അപ്പം അത് ആസ്വദിക്കുമ്പോൾ കൊള്ളാം എന്ന് മനസ്സ് ആശിച്ചു പോകും. അടുത്ത ദിവസം ചിലപ്പോൾ ആ മനസ്സ് അതുപോലെ ഒരു സദ്യ പ്രതീക്ഷിക്കും. മനുഷ്യൻ്റെ മനസ്സുണ്ടല്ലോ, വല്ലാത്ത സാധനമാണ്. ഇതിനെ കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, കത്തിക്കാനും പറ്റില്ല, മുറിക്കാനും പറ്റില്ല. എന്ത് സാധനം! പക്ഷെ ഇവനാണ് ഈ ലോകത്തെ മുഴുവൻ വട്ടം കറക്കുന്നത്. ഏത്? ഈ മനസ്സ്. അപ്പോ അറിയാതെ അന്നം, വസ്ത്രം, പാർപ്പിടം, ഇതിലൊക്കെ മനസ്സ് സംഘബദ്ധമായി പോകാൻ ഉള്ള സർവസാധ്യതയുമുണ്ട്. അതുകൊണ്ട് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ആരുടെടുത്തും പോവാതെ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. നല്ല പാകതയുണ്ടെങ്കിൽ എവിടെയും പോവാം. ശുഗമഹർഷി ജനകന്റെ രാജധാനിയിൽ എത്തി.
നല്ല പട്ട് മെത്തയാണ് കിടക്കാൻ കൊടുത്തത്, വിഭവസമൃദ്ധമായ ആഹാരം, അത് കഴിഞ്ഞിട്ട് വീശാനും കാലൊക്കെ തിരുമ്മിക്കൊടുക്കാനുമായ സുന്ദരികളായ സ്ത്രീകൾ തിരുമ്മിക്കൊടുക്കാനും മറ്റുമായിട്ട് ഒന്നും ശുഗമഹർഷി നിരസിച്ചില്ല. അത്ര പാകതയുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ നമുക്കും അതെല്ലാം അനുഭവിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതാവും നമുക്ക് നല്ലത്. ആ പാകത വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ട് എന്റെ മനസ്സ് ചലിക്കില്ല. ഉറപ്പുണ്ടോ? ചുമ്മാ വെറുതെ വാവിട്ട് പറയരുത്, അതൊക്കെ ഉറപ്പുണ്ട്, ഏതാണ്ടായി കഴിഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഉറപ്പ്, നിശ്ചയദാർഢ്യം ഉള്ളിലുണ്ടെങ്കിൽ എന്തുമാവാം. അപ്പോൾ പട്ടുമത്തയിൽ കിടന്നു എന്നാണ് ശുഗമഹർഷി. പക്ഷേ തൻ്റെ കുടീരത്തിൽ, തൻ്റെ ആശ്രമത്തിൽ വെറും തറയിൽ കിടന്നപ്പോഴുണ്ടായിരുന്ന സുഖത്തെക്കാളും അണുപോലും കൂടുതൽ സുഖം പട്ടുമത്തയിൽ കിടക്കുമ്പോൾ ശുഗമഹർഷിക്ക് തോന്നിയില്ല. തുല്യം, സമം. നമുക്ക് പറ്റുമോ? തറ തറ തന്നെയാണ്, പട്ടുമെത്ത തന്നെയാണ്. ആ സമത്വഭാവം ഉള്ളിലുണ്ടെങ്കിൽ എന്തുമാവാം. അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഊണാദി വാദനകൾ ഒൻറാത, വാദന എന്ന് പറഞ്ഞാൽ വാസന, ഊണാദി വാദനകൾ ഒൻറാത ആ പെരുമൈ. ജ്ഞാനികളുടെ മഹത്വം ഉണ്ടല്ലോ, അവർക്ക് അന്നം വസ്ത്രം പാർപ്പിടം ഇതിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല, അതിലൊന്നും അവരുടെ മനസ്സ് വാസനാബദ്ധമാകുന്നില്ല. വീണയെ വിളയിക്കുമെനിൻ, അതൊക്കെ നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കും, നമുക്ക് പലതിനോടും സംഘമുണ്ടാകും എന്ന് ഭയപ്പെടുന്നവർ അവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കും. അത് അവരുടെ മഹത്വത്തിൻ്റെ ലക്ഷണമാണ്, അവരുടെ പെരുമ, അവരുടെ ഗ്രേറ്റ്നസ് അതിൻ്റെ ലക്ഷണമാണ് എന്നാണ്. പിന്നെ ഇതൊന്നും അവർക്ക് വേണ്ടെങ്കിലും പ്രകൃതി അവർക്ക് വേണ്ടതൊക്കെ കൊണ്ട് എത്തിക്കും, അതും അവരുടെ മഹത്വമാണ്. പട്ടിണി കിടന്ന് മരിച്ചുപോയ ഒരൊറ്റ ജ്ഞാനിയെ നമ്മുടെ ഭാരതത്തിൽ കാണാൻ, ആരോരും നോക്കാനില്ലാതെ അനാഥനായി ഓട വക്കിലോ വഴിവക്കിലോ കിടന്ന് മരിച്ചുപോയ ഒരൊറ്റ ജ്ഞാനിയില്ല. ഈ ജ്ഞാനികൾക്ക് വീടും കുടുംബവും കുട്ടികളും ഉണ്ടോ? ഒന്നുമില്ല. ശിഷ്യന്മാരാണ്, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണ് അവരെ വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതാരാ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? ഇത് സർവേശ്വരൻ. അവർ സർവേശ്വരനെ ശരണം പ്രാപിച്ചത് കൊണ്ട് ആ സർവേശ്വരന് അനേകം മാർഗങ്ങളുണ്ട് ഒരു ജ്ഞാനിയുടെ ശരീരത്തെ നിലനിർത്താൻ. സാധാരണ ലൗകികന്മാരെന്താ ചെയ്യുന്നത്? ഭാര്യ കുട്ടികൾ, കുട്ടികൾ ഭാര്യ, ഭർത്താവ് കുട്ടികൾ, പിന്നെ ആശുപത്രി, ഡോക്ടർ, ഇതൊക്കെയാണല്ലോ. ഇവരൊക്കെയാണ് അവസാന കാലത്ത് നമുക്ക് തുണയായി എത്തുക എന്ന് കരുതുന്നു. അവർ ഈശ്വരനെ മറന്നു. അതുകൊണ്ട് ഈശ്വരൻ അവരുടെ കാര്യത്തിൽ ഇടപെടാറുമില്ല. പക്ഷെ ജ്ഞാനികൾ അങ്ങനെയല്ല. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഈശ്വരനെ മാത്രം ആശ്രയിച്ചു പോകുന്നവരെ രക്ഷിക്കാനുള്ള, അവരെ നോക്കാനുള്ള ബാധ്യത, കടപ്പാട് ഈശ്വരനുണ്ട്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മുടെ രക്തത്തിൽ നിന്ന് ജനിച്ച ഈ കുട്ടികൾ നമ്മ നോക്കുമെന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഞാൻ ഗൃഹസ്ഥന്മാരെ മോശമാക്കി പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ചുറ്റും നടക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ. അച്ഛനെയും അമ്മയെയും തീർത്ഥാടനത്തിന് കൊണ്ടുപോകാം, രണ്ടുപേരും കൂടെ വരൂ. വൃദ്ധരായ മാതാപിതാക്കൾ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകുന്ന മക്കളുണ്ട്. നമ്മുടെ ഈ പൂച്ചയും മറ്റും ചാക്കിനകത്താക്കി വഴിയിൽ എവിടെയെങ്കിലും കൊണ്ട് തള്ളില്ലേ? ഇതും തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഇങ്ങനെ വഴിവെക്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എത്രയെത്ര സംഭവങ്ങൾ. എന്ന് വെച്ച് എല്ലാ മക്കളും അങ്ങനെയാണെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. നല്ലവരുണ്ട്, പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം? അതും കൂടെ ആലോചിക്കണം. നമുക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയാൽ തീർച്ചയായും നമ്മൾ പുണ്യം ചെയ്തവരാണ്. പക്ഷെ ഭഗവാനെ ആശ്രയിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. അപ്പോൾ ജ്ഞാനിയുടെ കാര്യം ഭഗവാൻ നോക്കും. പ്രമാണം വല്ലതും ഉണ്ടോ? ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കൂ. പ്രതിജ്ഞ ചെയ്യുകയാണ് കൃഷ്ണൻ. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർജുന, ഞാനിതാ ആണയിട്ട് പറയുന്നു, കുന്തിപുത്ര, ഞാൻ ആണയിട്ട് പറയുന്നു, എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. കാരണം അവൻ എൻ്റെ ഹസ്തങ്ങളിൽ സുരക്ഷിതനാണ്. അങ്ങനെ ഈശ്വരനിൽ ഒരു അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹം നമ്മെ പരിരക്ഷിക്കും എന്നുള്ള ഭാവമൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിനും പുണ്യം ചെയ്യണം.
അതിനും പുണ്യം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അവര് നോക്കും, ഇവര് നോക്കും, വൃദ്ധസദനത്തിലുള്ളവര് നോക്കും. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, കാശ് വാരി വിതറും ഞാൻ, അവരെന്റെ കാര്യമൊക്കെ നോക്കിക്കൊള്ളും. എന്താ ഗ്യാരണ്ടി? പാതിരാത്രി പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, സ്വന്തം മക്കള് അടുത്തിരുന്ന് നോക്കുന്നത് പോലെ എത്ര കാശ് കൊടുത്താലും ആരെങ്കിലും നോക്കുമോ? ചിലർക്ക് അങ്ങനെയൊക്കെ വിചാരമുണ്ട്. ഇഷ്ടം പോലെ പൈസയുണ്ട്, അപ്പോൾ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ പരിചയക്കാരൻ്റെയോ അവരുടെ കുട്ടികളെ ഇതുപോലെ എൻ്റെ സ്വത്തിൻ്റെ ഇത്ര ലക്ഷം നിനക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുത്താലും നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തായാലും എഴുതി വെച്ചു. ഇനിയിപ്പോൾ ഈ കിളവനെ നോക്കിയാലും നോക്കിയില്ലെങ്കിലും കാശ് കിട്ടില്ലേ? ബില്ല് എഴുതി വെച്ച് കഴിഞ്ഞാലേ അല്പമെങ്കിലും കനിവുള്ളവൻ, ആ ചിത്തശുദ്ധി ഉള്ളവൻ മാത്രമേ, ഇത്രയൊക്കെ പൈസ നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തെ നല്ലതുപോലെ നോക്കാം എന്ന് വിചാരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. കാശിന്റെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. മഹാജ്ഞാനികളെ ലോക സ്തുതിവചനങ്ങൾ കൊണ്ട് എത്ര തന്നെ സ്തുതിച്ചാലും നമസ്കാരം കൊണ്ടും വേണ്ട പോലുള്ള ഉപചാരത്താലും സേവിച്ചാലും അങ്ങനെയുള്ള ഭക്തിവലയിൽ അവർ ഉൾപ്പെടുകയില്ല. ജ്ഞാനികളെ ഭക്തിവല വിരിച്ച് അതിനകത്താക്കാം എന്നാരും വിചാരിക്കണ്ട. അവര് ഭഗവാന്റെ ഭക്ഷണമായി തീർന്നവരാണ്. നിങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലല്ലേ ഈ ഭക്തി വലയോ വേറെ വലയോ ഇട്ട് അതിനകത്ത് അവരെ കുരുക്കാൻ നോക്കൂ. ആളേ ഇല്ലപ്പ അവിടെ, നിങ്ങളുടെ കുടുങ്ങാൻ ആളില്ല. ഭഗവാന്റെ ഭക്ഷണമായി തീർന്നിരിക്കുന്നു. ഊണ്, വസ്ത്രം ഇവയുടെ വാസന പോലും അവശേഷിച്ചിട്ടില്ലാത്ത ഈ മഹാത്മാക്കൾക്ക് അവ എങ്ങനെ ലഭിക്കുന്നു എങ്കിൽ അവരുടെ ശ്രേഷ്ഠമായ ത്യാഗസമ്പത്ത് തന്നെ ഈ വക അയത്നമായി അവരുടെ സന്നിധിയിൽ എത്തിച്ചേർക്കുന്നത് എന്ന് വിവേകികൾക്ക് മനസ്സിലാക്കാം. അവരുടെ നിസ്സംഗതയുണ്ടല്ലോ, ത്യാഗ മനോഭാവം, വിരക്തി, അത് എല്ലാം അവരിലേക്ക് കൊണ്ടുവന്ന് അണയ്ക്കും. ഇതൊരു വലിയ നിയമമാണ്. ഇതിനോട് നിങ്ങൾ യോജിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ, എന്ന് പറഞ്ഞാൽ ആ വസ്തുവിലുള്ള സംഘം ഉപേക്ഷിച്ചാൽ, അത് ഓടി നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഏതിൻ്റെ പുറകെയെങ്കിലും ഇങ്ങനെ നാവും നീട്ടി പാഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്, പ്രശസ്തിയാണോ വേണ്ടത്? ഈ സമ്പത്തിലും പ്രശസ്തിയിലുമുള്ള സംഘം അതെനിക്ക് വേണം എന്നുള്ള ഭാവം വിട്ടേക്കൂ, നിങ്ങൾ സമ്പന്നനാകും, പ്രശസ്തനാകും. ഇതാണ് പ്രപഞ്ച നിയമം. അല്ലാതെ ലൗകിക വിഷയങ്ങളുടെ പുറകെ പോയാൽ അത് നമ്മളെ പറ്റിച്ചുകൊണ്ട് കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് അകന്നകന്നു പോകും. നീ എൻ്റെ പുറകെ വാ, നിന്നെ കുറേയിട്ട് ഞാൻ കറക്കാം, പട്ടം കറക്കാം, അവസാനം നിന്റെ അടുത്ത് നിനക്ക് എന്നെ കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിസ്സംഗതയാണ് ഒന്ന് നേടാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. നിസ്സംഗത നോക്കൂ, അതിശ്രേഷ്ഠമായത് ഈ ബ്രഹ്മസത്യമാണ്. ഈശ്വരനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും നമ്മൾ ആഗ്രഹിക്കാൻ ഏറ്റവും യോഗ്യൻ ഭഗവാനാണ്. ആ ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാനിലുള്ള സംഘത്തെ പോലും വിടണം. അതാണല്ലോ പ്രഹ്ലാദൻ പറഞ്ഞത്. അങ്ങെനിക്ക് മോക്ഷം, എനിക്ക് മോക്ഷത്തിൽ ആസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോക്ഷത്തിലുമില്ല. ഇനി ജനിക്കരുത്, അപുനർഭവം വാ, ഇനി ജനിക്കരുത് എന്ന് പ്രഹ്ലാദ അങ്ങക്ക് ആഗ്രഹമുണ്ടോ? മതി, ജനിച്ചു മരിച്ചത് മതി, ഇനി ജനിക്കാനേ പാടില്ല. അങ്ങനെ ജനനത്തിൽ നിന്നൊരു മോക്ഷം വേണോന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ജനിക്കണോ? അതാണോ അങ്ങയുടെ ഇഷ്ടം? അതിനും തയ്യാർ. സാർ പറയുന്ന പോലെ റെഡി. അല്ല, നമ്മൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നത് ഇനി ഞാൻ ജനിക്കില്ല എന്ന്? എന്തിനാ അങ്ങനെ ഒരു നിർബന്ധം? നമുക്ക് പാകത വന്നില്ലെങ്കിൽ ഇനിയും ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരും. സന്തോഷത്തോടു കൂടി സ്വീകരിക്കൂ. എന്തിനാ ഈ ദുഃഖം? അപ്പോൾ ജ്ഞാനികൾക്ക് വേണ്ടതൊക്കെ പ്രകൃതി അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ അധിപനായ ഭഗവാൻ ഒരുക്കി കൊടുക്കും, എത്തിക്കും. അതൊക്കെ ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിലേ നടക്കും. അല്ല, നമ്മുടെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് പോയാൽ ഒന്നും നടക്കില്ല. നമ്മുടെ പരിപാടികൾ പലതും തകിടം മറിഞ്ഞു പോകും. അടുത്ത പദ്യം വായിക്കാം. കരുമം തിരുവിധത്തിർ കട്ടവിഴും കാലം അരവും തവളയും പോലാകി ഇരുതലയിൽ കൊള്ളിയെറുമ്പായി ഉടമ്പേ കൂറ്റാഹി തോറ്റുമെനിൽ ഉള്ളിനരും ഊരും എന്നാകും. കരുമം തിരുവിധത്തിർ കട്ടവിഴും കാലം. കർമ്മം തിരുവിധം. തിരുവിധം എന്ന് പറഞ്ഞാൽ ത്രിവിധം. ത്രിവിധം എന്നുള്ള സംസ്കൃത വാക്ക് തമിഴിൽ വരുമ്പോൾ അവർക്ക് ത്രാ ഒക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. തിരുവിധം എന്നായി. ത്രിവിധം,
കർമ്മം എങ്ങനെയാ? 3 തരത്തിലാണ്: സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. 3 കർമ്മങ്ങളാണ് ജീവനെ പിടികൂടിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ഒന്നുകൂടെ വിവരിച്ച് ഒരു വിരസത ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം, ഈ 3 കർമ്മബന്ധങ്ങളിൽ പെട്ടാണ് ജീവന്മാർ കഴിയുന്നത്. ആ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകുമ്പോ കട്ടവിഴും കാലം. ഇതാണ് ഈ കർമ്മബന്ധമാണ് ജീവനെ സംസാരത്തിൽ തളച്ചിടുന്നത്. ആ കെട്ടുകളൊക്കെ നീങ്ങുമ്പോ എങ്ങനെയാ? ഗുരുവിന്റെ ദീക്ഷ കൊണ്ട്, ഗുരു അനുഗ്രഹം കൊണ്ട്. ഗുരു ഏതൊക്കെ തരത്തില് ദീക്ഷ നൽകും? ദൃഷ്ടിയിലൂടെ, സ്പർശനത്തിലൂടെ, വാക്കിലൂടെ. 3 തരത്തിലാണ് ഗുരുകാരുണ്യം ശിഷ്യനിൽ എത്തുന്നത്. ഒന്ന് നോക്കിയാൽ മതി. ഇവൻ നന്നായി വരട്ടെ, ഇവന്റെ ഉള്ളിൽ ആത്മജ്ഞാനം സ്ഫുരിക്കട്ടെ. സർവേശ്വരന്റെ തീരുമാനമാണ്, അത് ഫലിക്കും. പ്രേമപൂർവം, സ്നേഹപൂർവം നോക്കിയാൽ മതി. ദൃഷ്ടി ദീക്ഷ. ഇനി വേറെന്താ? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും, ചിലപ്പോൾ കാലുകൊണ്ട് തൊട്ട് അനുഗ്രഹിക്കും. അതൊക്കെയാണ് സ്പർശദീക്ഷ. ഇനി ഉപദേശങ്ങളിലൂടെയും ഒരു ശിഷ്യനെ ഉദ്ധരിക്കാൻ പറ്റും. അതാണ് വാക്കുകൊണ്ടുള്ള ദീക്ഷ. ഇങ്ങനെ മാർഗങ്ങൾ പലതാണ്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം കിട്ടിയാൽ തന്നെ ഭാഗ്യം. ചിലർക്ക് ഈ 3ഉം കിട്ടിയെന്ന് വരാം: ദൃഷ്ടിയും, സ്പർശവും, വാക്കും. എന്തായാലും ഏതെങ്കിലും മാർഗത്തിലൂടെ അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെയും ഈ കർമ്മബന്ധങ്ങൾ അഴിഞ്ഞു പോകുമ്പോൾ കട്ടവിഴുങ്കാലം അരവും തവളയും പോലാകി. അരവ്, അരവം എന്നും പറയും. രവം എന്ന് പറഞ്ഞാൽ ശബ്ദം. രവം ഇല്ലാത്തത്, ശബ്ദമില്ലാത്തത് പാമ്പിനെയാണ് പറയുന്നത്. പാമ്പിന് ശബ്ദമില്ല, അതിങ്ങനെ ചീറ്റുന്നു, അപ്പോൾ ഒരു ശബ്ദം വരും എന്നുള്ളതല്ലാതെ വിശേഷിച്ച് സർപ്പത്തിന് ശബ്ദമില്ല. അപ്പൊ അരവം എന്ന് തമിഴിൽ പറഞ്ഞാൽ സംസ്കൃതത്തിലും, പക്ഷെ സംസ്കൃതത്തിൽ ആ വാക്ക് സർപ്പത്തിന് പര്യായപദമായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ അതിന്റെ റൂട്ട് രവമില്ലാത്തത്, ശബ്ദമില്ലാത്തത് എന്നാണ്. ആ അരവും എന്ന് പറഞ്ഞാൽ സർപ്പവും തവളയും പോലാകി. ഒരു ജ്ഞാനി ശരീരത്തിൽ കഴിയുന്നത് പാമ്പിന്റെ വായിലകപ്പെട്ട തവളയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനിയുടെ ശരീരം തവളയെപ്പോലെ, ജ്ഞാനം സർപ്പത്തെ പോലെ. ജ്ഞാനത്തിന്റെ പിടിയിൽ അമർന്നു ശരീരം, പാമ്പിന്റെ വാക്കകത്ത് പെട്ട തവളയെപ്പോലെ. എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിന് വിശേഷിച്ചൊരു നിലനിൽപ്പില്ല. ജ്ഞാനം അതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേഹബോധം തന്നെ ഇല്ല, തനിക്കൊരു ശരീരമുണ്ട് എന്നുള്ള ഭാവം തന്നെ ഇല്ല. അരവും തവളയും പോലാകി. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണ്. ഇരുതലയിൽ കൊള്ളി എറുമ്പായി. ഒരു വിറക് കൊള്ളിയുടെ 2 അറ്റത്തും നമ്മൾ കത്തിച്ചു, 2 അറ്റവും തീ കത്തുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് പെട്ട ഒരു ഉറുമ്പിനെ പോലെ. എന്തായിരിക്കും അതിന്റെ സ്ഥിതി? അങ്ങോട്ട് ഓടിയാലും അഗ്നിയിൽ വീഴും, ഇങ്ങോട്ട് വന്നാലും അഗ്നിയിൽ വീഴും. ഇരുതലയിൽ കൊള്ളി എറുമ്പായി ഉടമ്പേ കൂറ്റാഹി തോറ്റുമെനിൽ. തന്റെ ശരീരം തന്നെ മരണം എന്ന പോലെ വെറുക്കത്തക്കതും ഭയാനകവുമായി മാറുമ്പോൾ ശരീരത്തോടുള്ള വെറുപ്പ്, വിരക്തി, അതതിൻ്റെ പാരമ്യതയിലെത്തുകയാണ്. ശരീരത്തെ കണ്ടാൽ യമനെ കണ്ടതുപോലെ ഭയപ്പെടുന്നു. ഞാനിക്ക് ഭയം പാടില്ല, എന്നാലും ആ വിരക്തി അങ്ങനെയാണ്. കാരണം ഇത് എന്നോ ഉണ്ടായതാണ്, നശിക്കും. ഇത് നമ്മ വിട്ട് അകലും. ഇത് വെച്ചോണ്ടിരുന്നത് കൊണ്ട് കാര്യമായ ഒരു സുഖവുമില്ല. ആർത്തി കൂടിക്കൂടി വരുമെന്നല്ലാതെ ഒന്നും അനുഭവിച്ച് തൃപ്തി വരുന്നില്ല. ഈ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ശരീരത്തെ വെച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഈ ശരീരത്തെ കണ്ട് നടുങ്ങുന്നു ജ്ഞാനികൾ. തൻ്റെ ശരീരമായാലും ശരി, മറ്റ് ശരീരങ്ങളായാലും ശരി. അങ്ങനെയുള്ളവൻ എങ്ങനെ ശരീരത്തിൽ ആസക്തിയുള്ളവനായി തീരും? സാധ്യമല്ല. അപ്പോൾ പാമ്പിന്റെ വാക്കകത്ത് പെട്ട തവളയെപ്പോലെയും 2 അറ്റത്തും തീ കൊളുത്തപ്പെട്ട ഒരു വിറക് കഷണത്തിന്റെ നടുക്കകപ്പെട്ട ഉറുമ്പിനെ പോലെയും. എങ്ങനെ? ജ്ഞാനം അജ്ഞാനത്തെ, ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ശരീരത്തെ കണ്ട് ജ്ഞാനിക്ക് ഒരു അറപ്പോ വെറുപ്പോ ഒക്കെ തോന്നുന്നു എന്നാണ്. ഇതെന്തിനാന്ന് തോന്നിപ്പോവും. ഞാൻ ഇതല്ലല്ലോ, ഇത് എന്റെയും അല്ലല്ലോ, പഞ്ചഭൂത നിർമ്മിതമാണ്, പ്രകൃതിയുടേതാണ് ഈ ശരീരം. ഞാനെന്തിനെ എന്റേത് എന്ന് കരുതണം? ഇതിന്റെ ആവശ്യം എന്തുവാ? അപ്പൊ ശരീരത്തിലുള്ള അഹന്തയും മമതയും നഷ്ടമായി. മരണത്തെ കണ്ടതുപോലെ ഭയപ്പെടുന്നു ശരീരത്തെ കണ്ട് ജ്ഞാനി. ശരീരം യമനെ പോലെ ആയിത്തീരും. ഉടമ്പേ കൂറ്റാഹി തോറ്റുമെനിൽ ഉള്ളിനരും ഊരുമെന്നാകും.
ഇങ്ങനെ ശരീരത്തെ തന്നിൽ നിന്ന് വളരെ അകറ്റി നിർത്തുന്ന ഒരാളുടെ, ഒരു ജ്ഞാനിയുടെ ശരീരത്തെയാണ് ഈ ഭക്തന്മാർ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. പാദപൂജ പലപ്പോഴും പലരും നിന്ന് കൊടുക്കാറുണ്ട്. കാരണം വേണ്ടാന്നൊന്നും പറഞ്ഞാൽ നടപ്പില്ല. പ്രാരബ്ധമാണ് ശരീരം. അതിനെ മറ്റുള്ളവർ ആദരിക്കുക, സ്വർണാഭിഷേകം നടത്തിക്കളയും. സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് തലയിലൂടെ വർഷിക്കും. കാഞ്ചിയില് പരമാചാര്യരുണ്ടായിരുന്നു, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി. അപ്പൊ അദ്ദേഹത്തിന് 100 വയസ്സായപ്പോ കനകാഭിഷേകം നടത്തി. എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ തലയിലൂടെ വർഷിക്കുക. TV-യിൽ ലൈവായിട്ട് കാണിച്ചതാണ്. നല്ലൊരു കട്ടി കണ്ണടയും വെച്ചിട്ടുണ്ടായിരുന്നു. 100 വയസ്സ്, നല്ല വൃദ്ധനായി. അദ്ദേഹത്തിന്റെ ഭാവം കണ്ടാൽ തികഞ്ഞ സന്യാസിയാണ് എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാവും. കല്ലോ മണ്ണോ വാരിയിടുന്നത് പോലെയാണ് സ്വർണ്ണ നാണയങ്ങൾ തലയിലൂടെ വാരിയിടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിരക്തനായിട്ടിരിക്കുന്നത്. ഒരു സംഘവുമില്ല. ഇവിടെ ഒരു തരി പൊന്ന് കണ്ട ചാരി വീഴുന്ന കൂട്ടരാണ്. ഒരു തരി പൊന്ന് കണ്ട നിസ്സംഗത, അങ്ങേയറ്റത്തെ നിസ്സംഗത. അതെന്താ? ഉള്ളിലുള്ള നിസ്സംഗത പുറത്ത് പ്രകടമാകുന്നു. ഈ നിസ്സംഗതയൊന്നും സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ പറ്റില്ല. അധ്യാത്മശാസ്ത്രം പഠിച്ചത് കൊണ്ടും നിസ്സംഗത വരില്ല. മഹാത്മാക്കളുമായുള്ള സാമീപ്യം കൊണ്ടും വരില്ല. അതിനൊക്കെ പുണ്യം ചെയ്യണം. ചുരുക്കം അത്രയേ ഉള്ളൂ. പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വിരക്തി എന്നുള്ള ഭാവം ഉണ്ടാവുന്നത്, അല്ലാതെ വരില്ല. അത് പരിശീലിച്ചാലൊന്നും വരാൻ പോകുന്നില്ല. സന്തോഷം പരിശീലിക്കാൻ പറ്റുമോ? സന്തോഷിക്കാൻ എന്ത് അഭ്യാസമാണ് ചെയ്യേണ്ടത്? സന്തോഷിക്കുക. ഇതിന് വേറെ ഏതെങ്കിലും കോളേജിൽ പോയാൽ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, അതിന് വല്ല മാർഗങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പലതും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. എങ്ങനെ സന്തോഷമായിരിക്കാം? സന്തോഷമായിരിക്കുക വഴി സന്തോഷമായിരിക്കാം. അത് മനസ്സിന്റെ ഒരു ഭാവമാണ്. മനസ്സിനെ സന്തുഷ്ടമാക്കി നിർത്തുക, അതേ ഉള്ളൂ മാർഗം. അതുപോലെയാണ് ഈ നിസ്സംഗത. തൻ്റെ ശരീരത്തെ ആരാധിക്കാനെത്തുന്ന ആളുകളും തനിക്ക് അഭയം നൽകുന്ന സ്ഥാനങ്ങളും സ്ഥലങ്ങളും എന്താകും? ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിക്ക് ഒന്നിനോടും സംഘമില്ല. നിന്ന് കൊടുക്കുകയാണ് പലപ്പോഴും ഈ ജ്ഞാനികൾ ചെയ്യാറുള്ളത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുണ്ടോ? വിടുന്നു. കേൾക്കില്ലെന്നേ, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല, പറ്റില്ല, ഞങ്ങൾ അങ്ങേ ആദരിച്ചിട്ടേ വിടൂ, അടങ്ങൂ. എന്നാ പിന്നെ ഒരു കാര്യം, എനിക്ക് നിർബന്ധമില്ല, നിങ്ങളുടെ നിർബന്ധം നടക്കട്ടെ. ഇതാണ് ജ്ഞാനിയുടെ മനോഭാവം. എനിക്ക് ഈ പൂജ സ്വീകരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ പൂജ നടത്തിയേ വിടൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. സോ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. മനസ്സ് നിസ്സംഗമാണ്, ചുമ്മാതെ ഇങ്ങനെ നിന്നു കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ വിശേഷപ്പെട്ട സ്ഥലങ്ങളോ തന്നെ ആരാധിക്കാൻ എത്തുന്ന ഭക്ത ജനങ്ങളോടോ ഒന്നും, സ്വന്തക്കാരോ ബന്ധുക്കളോ ആരോടും ഒരു സംഘവുമില്ല. ഈ നിസ്സംഗത വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ദിനം പ്രതി എൻ്റെ ഉള്ളിൽ വസ്തുക്കളോടും വ്യക്തികളോടും ഉള്ള സംഘം കുറഞ്ഞു വരുന്നുണ്ടോ? ഈ സംഘം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവും? വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. സംഘം കുറഞ്ഞു വരുന്നെങ്കിൽ സന്തോഷം കൂടി വരും. ഇതേ ഉള്ളൂ നിയമം. അപ്പൊ ആ സന്തോഷം കൂടി വരുന്നുണ്ടോ, അന്തശീതളത വർദ്ധിച്ചു വരുന്നുണ്ടോ ദിവസം പ്രതി, അത് നോക്കിയാൽ നിസ്സംഗത വളർന്നു വരുന്നു, അല്ലെങ്കിൽ സംഘം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്തോഷം കൂടിക്കൂടി വരണം അനുദിനം. ഇന്നലെ എഴുന്നേറ്റതിൽ നിന്നും ഇന്ന് എണീക്കുമ്പോൾ കൂടുതൽ സന്തോഷവാനായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന് നമുക്ക് ഉള്ളിൽ തോന്നണം, അനുഭവിക്കണം. നമ്മൾ ജ്ഞാനാചാര്യരുടെ കൃപാകടാക്ഷത്താൽ മുമ്മലങ്ങളും നീങ്ങി. ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരം, കർമ്മം, മായ. ഇതാണ് ജീവനെ ബാധിച്ചിരിക്കുന്ന 3 മാലിന്യങ്ങൾ. ജ്ഞാനാചാര്യരുടെ കൃപാകടാക്ഷത്താൽ മുമ്മലങ്ങളും നീങ്ങി കേവലം ആത്മമാത്രരായി വിഹരിക്കുന്ന മഹാതുറവികൾക്ക്, തുറവി സന്യാസി, മഹാതുറവികൾക്ക് അവരുടെ ശരീരത്തോട് ശത്രുത്വമല്ലാതെ മമത കാണാനിടയില്ല. അവർക്ക് ഈ ശരീരത്തോട് ഒരു അവജ്ഞയോ നിസ്സംഗതയോ അതിനും തനിക്ക് ഒരു ബന്ധവും ഇല്ല എന്നൊരു അകൽച്ചയോ ഒക്കെയാണ് തോന്നുക. അതെന്താണെന്ന് ജ്ഞാനിയായാൽ മനസ്സിലാകുമായിരിക്കും. അവരുടെ ശരീരത്തോട് അവർക്കുള്ള ഭാവം എന്താണെന്ന്. എന്തായാലും സംഘമില്ല, ഒട്ടലില്ല, തൻ്റേതാണ് എന്നുള്ള വിചാരവും ഇല്ല, അത് താനാണ് എന്നുള്ള ഭാവവും ഇല്ല. തവളയ്ക്ക് പാമ്പെന്ന പോലെ ഉയിരിനെ വലയ്ക്കുന്ന വസ്തുവായി ദേഹത്തെ അവർ വീക്ഷിക്കും. തവളയ്ക്ക് പാമ്പിനോട് ഇഷ്ടമോ സ്നേഹമോ എന്തെങ്കിലും തോന്നാറുണ്ടോ? തന്നെ ഭക്ഷിക്കുന്നതാണ്. അതുപോലെ ഒരു ശത്രുവായി, തനിക്ക് ദോഷം ചെയ്യുന്ന ഒന്നായി അവർ ശരീരത്തെ വീക്ഷിക്കുന്നു.
രണ്ടറ്റത്തും തീ കത്തുന്ന ഒരു കൊള്ളിയുടെ മധ്യത്തിൽ അകപ്പെട്ട ഉറുമ്പിനെ പോലെ ദേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന മനോഭാവമേ അവർക്കുണ്ടാകുകയുള്ളൂ. രണ്ടറ്റത്തും തീ കത്തുകയാണ്, നടുക്ക് ഒരു ഉറുമ്പ് അകപ്പെട്ടാൽ അതിൻ്റെ വിചാരം എന്താ? കുടുങ്ങി, അകപ്പെട്ടു. അതുപോലെ ശരീരമാകുന്ന കാരാഗ്രഹത്തിൽ ബോധാംശം അകപ്പെട്ടു. എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം, അതിൽ നിന്ന് മുക്തമാക്കണം. അതിന് ദേഹബോധം, ദേഹത്തിലുള്ള മമതയാണ് ഇല്ലാതാവേണ്ടത്. ദേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ ശരീരത്തിനകത്ത് പെട്ടതുപോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷേ ഞാൻ ഇതിനകത്ത് പെട്ടിട്ടുമില്ല, ഇത് എൻ്റേതുമല്ല. ഈ വിധം വെറുക്കപ്പെടുന്ന ശരീരത്തെ പൂജിക്കുന്ന ഭക്തന്മാരോടും അദ്ദേഹം സ്വന്തം ശരീരത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഈ ആൾക്കാർ ആരാധിക്കുകയും പൂജിക്കുകയും ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ കയറ്റി കൊണ്ടുപോവുകയും കഴുത്തിൽ ഹാരങ്ങൾ അണിയിക്കുകയും കനകാഭിഷേകം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ വിധം വെറുക്കപ്പെടുന്ന ശരീരത്തെ പൂജിക്കുന്ന ഭക്തന്മാരോടും ആ ഭക്തന്മാർ വസിക്കുന്ന സ്ഥലത്തോടും ഈ മഹാജ്ഞാനികൾക്ക് സ്നേഹമുണ്ടാകാൻ പ്രയാസമാണല്ലോ. അതായത് തന്നെ ആരാധിക്കുന്നവരോട് പോലും അവർക്കൊരു സംഘമില്ല. തനിക്ക് ബഹുമാനവും ആദരവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പാർക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് നിസ്സംഗത. ഇവിടെ എന്ന് കൂടിയേക്കാം എന്ന് അവർക്ക് തോന്നാറില്ല. നമ്മൾ അങ്ങനെയല്ല, സൗകര്യങ്ങൾ, കംഫർട്ട്സ് എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.